അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച ഒരു സിനിമ ഇറങ്ങിയാൽ നെക്സ്റ്റ് വെള്ളി അല്ലെങ്കിൽ ഞായറാഴ്ച അവർ റിവ്യൂ കൊടുക്കും. ഒരു അധ്യാപകനായിട്ടുള്ള അയാൾ നമ്മളെ പടത്തിൻ്റെ നെഗറ്റീവ് റിവ്യൂ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. പക്ഷെ അത് ഫുള്ളായിട്ട് ടാർഗറ്റ് ചെയ്തത് മാധവ് സുരേഷിനെയും ഷൈൻ ടോം ചാക്കോയാണ്. അശ്വിൻ ഗോക്ക് എന്ന് പറയുന്നത് ഇനി ഇതിൽ പ്രഗത്ഭനാണ്. അവൻ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് അവൻ ഇപ്പോൾ അവന് ജോലിക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്. 5 കോടി മുടക്കുന്ന, ഏറ്റവും കുറഞ്ഞ 5 കോടി മുടക്കുന്നവൻ പോസ്റ്റർ അടിക്കുന്ന 5 ലക്ഷം രൂപ പോലും പോസ്റ്ററിൻ്റെ പൈസ പോലും കിട്ടാതെ അയാൾ ആത്മഹത്യാപരമായിട്ടുള്ള ജീവിതത്തിലോട്ടോ ആത്മഹത്യയിലോട്ടോ ഒക്കെ പോകുമ്പോൾ, എന്നിട്ട് അവൻ അന്ന് രാത്രി വീണ്ടും നമ്മൾ കേട്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിൽ ചീത്ത പറഞ്ഞ് പ്രൊഡ്യൂസറിനെയും മാധവിനെയൊക്കെ ചീത്ത പറഞ്ഞ്. അംഗം അട്ടഹാസം എന്ന് താങ്കൾ സംവിധാനം ചെയ്ത സിനിമ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടാണോ തിയേറ്ററുകളിൽ പരാജയമായത്? റിവ്യൂ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ 1980-90 കാലഘട്ടത്തിൽ റിവ്യൂ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു കലാകൗമുദി, കേരള കൗമുദി, മാതൃഭൂമി ഈ പത്രങ്ങളിലൊക്കെ ആഴ്ചയിലൊരിക്കൽ റിവ്യൂ കൊടുക്കാറുണ്ട്. വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള റിവ്യൂവേഴ്സ്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച ഒരു സിനിമ ഇറങ്ങിയാൽ നെക്സ്റ്റ് വെള്ളി അല്ലെങ്കിൽ ഞായറാഴ്ച അവർ റിവ്യൂ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അങ്ങനത്തെ അല്ല. അതിൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മ ചൂണ്ടിക്കാണിക്കും. അതിൻ്റെ ബാക്കി ടെക്നിക്കലി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കാണിക്കും. സ്ക്രിപ്റ്റിലുണ്ടെങ്കിൽ അത് കാണിക്കും. അങ്ങനെ ടോട്ടൽ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കും. പക്ഷേ ഇന്ന് എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് ആള് 2020 പുള്ളിക്കാരൻ അധ്യാപകനാണ്. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്ന് നമുക്കൊരു സങ്കല്പമുണ്ട്. മാതാപിതാ ഗുരു ദൈവം. അപ്പോൾ ഗുരു എന്നതിനുള്ള വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അധ്യാപകനായിട്ടുള്ള അയാൾ നമ്മളെ പടത്തിൻ്റെ നെഗറ്റീവ് റിവ്യൂ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു. പക്ഷെ അത് ഫുള്ളായിട്ട് ടാർഗറ്റ് ചെയ്തത് മാധവ് സുരേഷിനെയും ഷൈൻ ടോം ചാക്കോയാണ്. അവരങ്ങനെ ചെയ്തു. പടത്തിൻ്റെ മോശമല്ല അയാൾക്ക് പറയാനുള്ളത്. മാധവ് സുരേഷ് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റത് അത് ചെയ്തു, മറിച്ചത് ചെയ്തു, മലം കട്ട്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ പറയുമ്പോൾ അയാളുടെ നെഗറ്റീവ് കേൾക്കാൻ, അയാളുടെ നെഗറ്റീവ് കാണാൻ കുറേ ആൾക്കാരുണ്ട്. ആളിൻ്റെ റിവ്യൂ നോക്കി തിയേറ്ററിൽ പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സ്വാധീനിക്കത്തക്കവണ്ണം ഇയാൾ കുറേ നമ്പറുകളൊക്കെ കാണിച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ്, നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര അയാളുടെ കുടുംബം വിറ്റിട്ടാണ് ഈ സിനിമ എന്ന് പറയുന്ന നമ്മുടെ മഹാസാഗരം എന്ന് തന്നെ പറയാം. ഇവിടെ പാഷൻ കൊണ്ടാണ്, അല്ലാതെ വേറെ ഒരു ദുരുദ്ദേശത്തോടും കൂടിയല്ല ഒരു നിർമ്മാതാക്കൾ സിനിമ ചെയ്യാൻ വരുന്നത്. മിക്കവരും 90% നല്ല പാഷനായിട്ടാണ് വരുന്നത്. അവരുടെ വയറ്റത്തും അവരുടെ കുടുംബത്തും ഒക്കെ അടി കൊടുക്കുകയാണ് അവന്മാർ ചെയ്യണത്. അവന്മാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അവർ നെഗറ്റീവ് പറഞ്ഞാൽ ആൾക്കാർ അവരെ ശ്രദ്ധിക്കും. അതേസമയം പറയുകയാണ് നല്ല ഇതായിട്ട്, നമസ്കാരം സിനിമ ഇതാണ്, സിനിമയ്ക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആരും കാണില്ല. അപ്പോൾ അശ്വിൻ ഗോക്ക് എന്ന് പറയുന്നത് ഇനി ഇതിൽ പ്രഗത്ഭനാണ്. അവൻ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് അവൻ ഇപ്പോൾ അവന് ജോലിക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്. ആ വരുമാനം കൊണ്ട് അവന് 5, 10, 25, 30 ലക്ഷം മാസം അവൻ ഉണ്ടാക്കുകയാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പാവപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്, നിർമ്മാതാക്കൾ, സംവിധായകന്മാർ, എഴുത്തുകാർ അവരെ മരണത്തിലോട്ട് അല്ലെങ്കിൽ ആത്മഹത്യാപരമായിട്ടുള്ള ജീവിതത്തിലോട്ട് ഇയാൾ നയിക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ സിനിമ അയാൾ മോശം എന്ന് പറഞ്ഞതിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എൻ്റെ സിനിമ മോശമായതിന് കാരണം മാധവ് സുരേഷും ഷൈൻ ടോം ചാക്കോ എന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. സിനിമ മോശമാണെങ്കിൽ അത് മോശമായിട്ടൊന്ന് പറയാണ്ടുള്ള ഒരു മാന്യതാപരമായിട്ടുള്ള പറയാമായിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞ എന്താണ്, വാരി വലിച്ച് അങ്ങനെ കോപ്രായങ്ങൾ കാണിച്ച് സിനിമയുടെ സീൻ ബൈ സീന് ഫുള്ളായിട്ട് അതങ്ങ് പറഞ്ഞു. അങ്ങനെ എൻ്റെ സിനിമയെ, എൻ്റെ നിർമ്മാതാവിനെ വിസ്മൃതിയിലോട്ട്. അശ്വന്ത് കോക്ക് എന്ന യൂട്യൂബർ സിനിമ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ സിനിമയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് റിവ്യൂ ഇറക്കി പല സിനിമാക്കാരും ആത്മഹത്യയുടെ വക്കിലാണ്. നഷ്ടം തന്നെയല്ലേ? ഞാൻ ഈ സിനിമ എന്ന് പറയുന്നത് എൻ്റെ 2 വർഷം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതൊരു നിർമ്മാതാവിനെ കേൾപ്പിച്ച്, പുള്ളി എനിക്ക് കഥ ഇഷ്ടപ്പെട്ട് പുള്ളി എൻ്റെ കൂടെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തു. അങ്ങനെ ആ സ്ക്രിപ്റ്റ് ഞങ്ങൾ ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഷൂട്ടിങ്, അത് കഴിഞ്ഞ് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, ഷൂട്ടിംഗ് ടൈം, ഇങ്ങനെ ഒരു വലിയൊരു
മറ്റേ നൂൽപാലം പോലെയാണ് ഈ സിനിമയുടെ എൻഡെന്ന് പറയുന്നത്. അത് തിയേറ്ററിൽ എത്തിയാൽ എത്തിയെന്ന് പറയാം. ആ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഭയക്കാനുള്ള ഒരു വലിയ ഭീകരന്മാരുണ്ട്. അവരാണ് ഈ പറഞ്ഞ റിവ്യൂവേഴ്സ്. അത് അവരുടെ വരുമാനത്തിന് വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മലയാള സിനിമയുടെ ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞപ്പോൾ 5 കോടിയാണ്. ഈ 5 കോടി മുടക്കുമ്പോൾ 5 കോടി മുടക്കുന്നത് ഏറ്റവും കുറഞ്ഞ 5 കോടി. 5 കോടി മുടക്കുന്നവൻ പോസ്റ്റർ അടിക്കുന്ന 5 ലക്ഷം രൂപ പോലും പോസ്റ്ററിൻ്റെ പൈസ പോലും കിട്ടാതെ അയാൾ ആത്മഹത്യാപരമായിട്ടുള്ള ജീവിതത്തിലോട്ടോ ആത്മഹത്യയിലോട്ടോ ഒക്കെ പോകുമ്പോൾ ഇവന് കിട്ടുന്നതെന്ന് പറയുന്നത് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000 രൂപ ടു 5 ലക്ഷം രൂപയ്ക്കുള്ളിലാണ്. അപ്പം ഈ പൈസയുടെ ആ ഒരു മാർജിൻ തന്നെ നിങ്ങൾ നോക്കൂ. പോയവൻ്റെ പൈസ കോടികളും കിട്ടിയ അവനെ വിറ്റിട്ട് ഈ പാവങ്ങളെ വിറ്റിട്ട് എന്നെ പോലുള്ള കഷ്ടപ്പെട്ട് സിനിമയിൽ വർഷങ്ങളായിട്ട് സിനിമ എന്ന് പറഞ്ഞ് ജീവിതം കളഞ്ഞ ഞങ്ങളെപ്പോലുള്ളവരെ വിറ്റിട്ടല്ലേ അവന് നക്കാപ്പിച്ച പൈസക്ക് ഇത് ചെയ്യുന്നത്. അത് മാത്രമല്ല, അവൻ എന്നിട്ട് നമ്മളൊരു പ്രസ് മീറ്റ് വിളിച്ച് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ട് ഇവൻ പൈസ വാങ്ങിച്ചാണ് റിവ്യൂ പറയുന്നതിൻ്റെ തെളിവ് ഞങ്ങൾ ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു. എന്നിട്ട് അവൻ അന്ന് രാത്രി വീണ്ടും നമ്മൾ കേട്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിൽ ചീത്ത പറഞ്ഞ് പ്രൊഡ്യൂസറിനെയും മാധവിനെയൊക്കെ ചീത്ത പറഞ്ഞ് നമ്മളെ കേന്ദ്രമന്ത്രി, അദ്ദേഹം നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി ചേട്ടൻ. അദ്ദേഹത്തിന് വരെ ഈ മാധവിൻ്റെ തന്തയാണെന്നുള്ള രീതിയിൽ തന്തയ്ക്ക് വിളിക്കും പോലത്തെ രീതിയിലല്ലേ നിൻ്റെ തന്ത സുരേഷ് ഗോപി, നിൻ്റെ തന്ത നിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ച് ഇത് ചെയ്യാൻ ഇത് നമ്മളെ ഇത് എവിടെ നടക്കും ഇങ്ങനത്തെ ഒരു സംഭവം? ഇപ്പോൾ റീസെൻ്റ്ലി ഹൈദരാബാദിലോ കർണാടകയിലോ ആണ് കുറേ നിർമ്മാതാക്കൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അത് സെറ്റ് ചെയ്ത് അവർ കാര്യങ്ങൾ ഇതായത് 1 വീക്ക് കഴിഞ്ഞിട്ട് റിവ്യൂ പറയാവൂ എന്ന ഇതിലോട്ട് വന്നതാണ്. ഇപ്പം നമുക്കൊക്കെ ഒരു ആശ്വാസം. അതിനുവേണ്ടിയാണ് നമ്മൾ അവന്മാർക്കെതിരെ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ ഞാൻ ഇറങ്ങിയത്. ഉറപ്പായിട്ടും എൻ്റെ ജീവിതം തകർത്തു, അല്ലെങ്കിൽ എൻ്റെ ജീവിതം, എൻ്റെ പ്രൊഡ്യൂസറുടെ ലൈഫ്, ഇതിൽ വർക്ക് ചെയ്ത വേറെ കുറച്ച് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, അങ്ങനെ കുറേ പേരുടെ ജീവിതങ്ങളുമാർ തകർത്തെറിഞ്ഞു. അത് 100% എൻ്റെ ലൈഫ് അവനൊക്കെ കാരണം തന്നെ ഈ അവസ്ഥയിലോട്ടായത്. നെഗറ്റീവ് പബ്ലിസിറ്റി റിവ്യൂ പറയുന്നതും ബാർഗെയിനിങ് ചെയ്യുന്നതുമൊക്കെ ഒരു ക്രിമിനൽ കുറ്റമായി കാണാൻ കഴിയുമോ? നിയമങ്ങൾ ഇപ്പോൾ ഹൈദരാബാദ്, കർണാടകയിൽ അവിടെ കോടതി ഇത് ചെയ്തല്ലോ. അത് കുറേ ആൾക്കാരുടെ പോരാട്ടങ്ങളാണ്. ഇവിടെ നമ്മുടെ സിനിമാക്കാരെന്ന് പറയുന്നത് നിർമ്മാതാക്കൾ ഉൾപ്പെടെ നായകന്മാരുൾപ്പെടെ ഇവൻ്റെ വിഴുപ്പ് താങ്ങികളാണ്. അത് ഞാൻ എവിടെ വേണം, കുറച്ച് പേര്, എല്ലാവരും ഒന്നല്ല, ഒരു 10-ൽ താഴെ അവരുടെ സപ്പോർട്ടാണ് അവൻ്റെ ബലം. ആ സപ്പോർട്ടിലാണ് അവൻ കളിക്കുന്നത്. ഈ കളി അവർ ശക്തന്മാരാണ്. അപ്പോൾ ഇവനെ അവർ ഭയക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ, അത് പേടിച്ചിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിപ്പോൾ രംഗത്തിറങ്ങി കഴിഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചേംബറിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി നമ്മളിപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ ഏറ്റവും വേദനിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ നമ്മളെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന, നമ്മളൊക്കെ വളരെ അതിശയത്തോടു കൂടി കാണുന്ന ഒരു പ്രൊഡ്യൂസറുണ്ട്. അദ്ദേഹം ഇതിൻ്റെ നമ്മളിങ്ങനത്തെ ഈ അശ്വൻ കോക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ഈ സംഭവങ്ങൾ വിശദീകരിച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ്, അതൊക്കെ നമ്മളറിയേണ്ട കാര്യമില്ല, അങ്ങനെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോകും. ഇതാണ് ഈ യൂണിറ്റി എന്ന് പറയുന്നത്, ഇതിനെയാണ് യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അയാളുടെ പടത്തിന് ഇവൻ നല്ലത് പറയും. കാര്യം ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അവൻ നല്ലത് പറയും. അയാളുടെ കാര്യം മാത്രം മതി, ബാക്കിയുള്ളവൻ്റെ കാര്യമൊന്നും അയാൾക്ക് അറിയേണ്ട കാര്യമില്ല. നെഗറ്റീവ് റിവ്യൂ പറയുന്ന യൂട്യൂബർമാർക്കെതിരെ ഫാൻസ് അസോസിയേഷൻ പ്രതികരിക്കുന്നില്ല എന്ന അഭിപ്രായമുണ്ടോ? 1980 മുതലാണ് ഫാൻസിൻ്റെ ഉദയം. അസ്തമയം എന്ന് പറയുന്നത് ഒരു 5 വർഷം 6 വർഷത്തിന് മുമ്പ് ഫാൻസുകാരുടെ അസ്തമയവും കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ തമിഴ് നടൻ വിജയ് സാറിൻ്റെ ഫാൻസ് മാത്രമാണ് ഇപ്പോൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളത്. ഞാൻ മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയിലൂടെ ഞാൻ വന്നത്. ഞാൻ മമ്മൂട്ടിയുടെ കട്ട ഫാനാണ്. അതിൻ്റെ ഓപ്പോസിഷനായിട്ട് ലാൽ സാറിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ സുരേഷ് ഏട്ടൻ്റെ ഉണ്ടായിരുന്നു. അന്നത്തെ ഫാൻസ് എന്ന് പറയുന്നത് അത് വേറൊരു ലെവൽ പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ഏകദേശം സിനിമയിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഏജിൻ്റെ ഇതിൽ ഇതായി. അതോടെ ഇപ്പോൾ ഏത് ആക്ടേഴ്സാണ് നമുക്ക് മമ്മൂക്കയും ലാലേട്ടനെയും സുരേഷ് ഏട്ടനെയൊക്കെ പോലെ മുഖ രോമാഞ്ചം കൊള്ളിക്കുന്ന ഏതെങ്കിലും താരം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇനി വരേണ്ടിയിരിക്കുന്നു.
അപ്പോൾ ഫാൻസ് എന്ന് പറയുന്നതിന് ഇപ്പോൾ ഒരു പ്രസക്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. റിവ്യൂ പറയുന്ന യൂട്യൂബർമാർക്ക് കാശ് കൊടുത്താൽ അനുകൂലവും കാശ് കൊടുത്തില്ലെങ്കിൽ പ്രതികൂലമായും റിവ്യൂ പറയും എന്നൊരു രീതിയുണ്ടോ? 100% കുറച്ച് ഒരു വിഭാഗം ആൾക്കാരുടെ ഈ ഇവൻ്റെ ഉള്ളം കയ്യിലാണ് മലയാള സിനിമയിൽ കുറച്ച് ആൾക്കാർ, വിരലിലെണ്ണാവുന്നവർ, എല്ലാവരും അല്ല, അന്തസ്സുള്ളവരുണ്ട്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാം, അശ്വന്ത് കോക്ക് ഒരു 2 വർഷം മുന്നേ നമ്മുടെ മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ വലിയ വലിയ മമ്മൂക്കയെ ലാലേട്ടനെയൊക്കെ വെച്ച് ചെയ്ത വലിയ സൂപ്പർ ഹിറ്റ് പടം ചെയ്ത ഒരു കമ്പനിയുണ്ട്. ആളിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. അദ്ദേഹം കോഴിക്കോടാണ്, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവൻ്റെ ഈ അശ്വന്ത് കോക്കിൻ്റെ ജില്ലയിലുള്ള ആൾ തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി ഒരു സിനിമ റിലീസ് ചെയ്ത് ഇവൻ 10 മണിയായപ്പോൾ ഇവൻ്റെ മൊബൈലിൽ ഒരു നക്കാപ്പിച്ച ലൈറ്റും പരിപാടികളൊക്കെ സെറ്റ് ചെയ്ത് അവൻ്റെ ജോലി തുടങ്ങി, മോശം. അപ്പോൾ അതങ്ങ് അവൻ പിറ്റേ ദിവസമാണോ അന്ന് രാത്രിയാണോ അവനത് എയർ ചെയ്തു. അപ്പോൾ സാറത് കണ്ടു. സാറ് അപ്പം വിളിച്ചിട്ട് പറയുന്നത്, ഒന്നുമല്ല, നിനക്ക് ഞാനൊരു 1/2 മണിക്കൂർ സമയം തരും. ഈ 1/2 മണിക്കൂറിനുള്ളിൽ നീ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ, ഇത് നടന്ന സംഭവമാണ്, എനിക്ക് പേര് പറയാൻ പുള്ളി അങ്ങനെ പേരൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. 1/2 മണിക്കൂർ നിനക്ക് സമയം തരും. ഈ 1/2 മണിക്കൂറിനുള്ളിൽ ഈ വീഡിയോ നീ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിന്നെ തട്ടിക്കളയും, അതിൽ യാതൊരു സംശയവുമില്ല, ഇനി റിവ്യൂ പറയാൻ നീ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നിട്ട് പുള്ളി വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു, 1/2 മണിക്കൂർ എന്നുള്ളത് ഇനി 40 മിനിറ്റായി നീ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ്, ഞാൻ രണ്ടാമത് ഒരു തിരിച്ചു വരവ് വന്നതാണ്, ഇത് നീ എന്നെ തകർത്താൽ നീ കാണില്ല എന്നും പച്ചയ്ക്ക് പുള്ളി പറയുകയും, പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചികഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് വിറയിലും തുടങ്ങി. അപ്പം തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് സാറേ മാപ്പാക്കണം. ഒരു പക്ഷേ 30 മിനിറ്റ് എന്നുള്ളത് 40 മിനിറ്റായ ആ മനുഷ്യൻ്റെ പണി തീർത്തിരിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം അങ്ങനെയുള്ള നട്ടലിന് ഉറപ്പുള്ള ചങ്കൂറ്റമുള്ള നിർമ്മാതാക്കളും നമ്മുടെ സംഘടനയിലും ഉണ്ട്, നമ്മുടെ സിനിമയിലും ഉണ്ട്. ആദ്യ ദിവസം തന്നെ പ്രേക്ഷകർ വിധി എഴുതുന്നതിന് മുമ്പ് മോശം സിനിമയെന്ന് റിവ്യൂ പറയുന്നതിലൂടെ ഈ രംഗത്ത് തുടരാനുള്ള വഴികൾ അടഞ്ഞ അവസ്ഥയാണെന്ന് പറഞ്ഞാൽ സുജിത്ത് എന്ത് പറയും? ഞാൻ ഈ പടം കഴിഞ്ഞ് എൻ്റെ അടുത്ത പടത്തിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ സിനിമ കാണാൻ പോയി. അദ്ദേഹം, ഞാൻ ഈ 2ാമത്തെ ദിവസവും 3 അതിൻ്റെ റിവ്യൂ ഒക്കെ വന്നിട്ടാണ് ഇത് ചെയ്തത്. അദ്ദേഹം പടം കാണാൻ പോയി. പടം കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സുജിത്തെ ഗംഭീര സിനിമ, സെക്കൻഡ് ഹാഫ് ഭയങ്കര രസമായിട്ടുണ്ട്, നമുക്ക് ഇതിലേറ്റവും വലിയ, ഇതാരും കാണാത്തതും ഇതിൽ ആരും മനസ്സിലാക്കാത്തതും, അല്ലെങ്കിൽ ഉമാര് വരെ ഇതിൽ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, വേറെ 2-3 റിവ്യൂവർ അവർ ഈ പടത്തിൻ്റെ നല്ല വശങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു, സെക്കൻഡ് ഹാഫ് നന്നായിട്ടുണ്ട്. പക്ഷേ അശ്വന്ത് കോക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ഉമാർ അതിലോട്ട് അങ്ങ് ചാഞ്ഞു. അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. എൻ്റെ പ്രൊഡ്യൂസർ, അടുത്ത പടത്തിൻ്റെ പ്രൊഡ്യൂസർ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഗംഭീര സിനിമ സുജിത്തെ, ഇത് ഭയങ്കര രസമായിട്ടുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ മനുഷ്യൻ പോയി കണ്ടിട്ട് എൻ്റെ അടുത്തത് പറഞ്ഞു. പക്ഷേ അശ്വന്ത് കോക്ക് പറഞ്ഞതൊന്നും ഇത് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ പ്രസ് മീറ്റ് കഴിഞ്ഞ് അശ്വന്ത് കോക്ക് അന്ന് രാത്രി വീണ്ടും ഭയങ്കര മോശമായിട്ട് പറഞ്ഞു, ഭയങ്കര ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു, ചീത്ത വിളിച്ച് സംസാരിച്ചു. അതിൻ്റെ ശേഷം മറ്റേ പ്രൊഡ്യൂസർ, സിനിമ അങ്ങേര് പടം ചെയ്യും, എൻ്റെ കഥ അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടുത്ത കഥ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ പുള്ളി അപ്പോഴും ഭയക്കുന്ന ഒരു കാര്യമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ, ഞാൻ ചെയ്താലും ഇങ്ങനെയൊക്കെ ആവും, അത് എന്നല്ല, ഈ സിനിമയുടെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞ് പേടിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സിനിമയ്ക്ക് ചുറ്റുമുള്ള ഈ സാഹചര്യങ്ങൾ. അപ്പോൾ അതിലെനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമ എന്ന് പറയുന്നത് ഒരു സാമൂഹിക മാധ്യമം തന്നെയാണ്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടാവാം, ഇഷ്ടപ്പെടാത്ത സിനിമ ഉണ്ടാവാം. നിങ്ങൾ ഇപ്പം ഒരു ടിക്കറ്റ് 200ഓളം രൂപ എടുത്ത് 4 പേര് പോകുമ്പോൾ 1000 രൂപയോളം ചിലവാകും. പക്ഷേ നിങ്ങൾ സിനിമ എന്ന് പറയുന്നത് ഈ പൊട്ടന്മാർ പറയുന്നത് കേട്ടിട്ടാവരുത് നിങ്ങൾ സിനിമ കാണാൻ പോകേണ്ട. ഈ പൊട്ടന്മാർക്ക് വേണ്ടിയുള്ളതാവല്ല, നമ്മൾ അവരുടെ ടൂളാവരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സിനിമ കാണാം. ഒരു സിനിമ അത്യാവശ്യം നല്ലതാണെന്ന് 10 പേരെടുത്ത് ചോദിക്കാം, അതിൽ പറയുന്ന കൊള്ളാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കാണാം, നിങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം.
പ്രേക്ഷകരെന്ന് പറയുന്നതാണ് മലയാള സിനിമയുടെ ഒരു എന്താ പറയുക, മലയാള സിനിമയെ താങ്ങി നിർത്തുന്നത് പ്രേക്ഷകരാണ്. അപ്പോൾ ഞങ്ങളെ പോലുള്ളവർക്ക് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് സിനിമ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് അത് തീരുമാനിക്കുന്നത് വേണോ വേണ്ടതെന്ന്. പക്ഷെ അത് ഈ പൊട്ടന്മാർ പറഞ്ഞിട്ട് കേൾക്കരുത്. അവന്മാർ പ്രാന്തന്മാരാണ്. അവരിൽ നിന്ന് എന്ത് നെഗറ്റീവ് പറഞ്ഞ ആളാവാം, എന്ത് നെഗറ്റീവ് പറഞ്ഞതാവാം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു കുറേ പ്രാന്തന്മാരുടെ ഇടയിലോട്ടാവരുത് നമ്മുടെ തീരുമാനങ്ങൾ. ഒരു കാര്യമോടെ ഇതിനിടയിൽ പറയട്ട്, ഇത് ഇപ്പോൾ OTT-ൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സിനിമ വരും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് കണ്ടിട്ട് 100 പേര് കണ്ടിട്ട് 80 പേരും പറയാണ് ഇതൊരു പൊട്ടപ്പടം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സിനിമാ ജീവിതം തന്നെ ഞാൻ അവസാനിപ്പിക്കാം. മറ്റേ അശ്വന്ത് ഗോക്കിൻ്റെ ഒരു കൗണ്ടർ തന്നെ പറയാം, ഞാനും പോവാം വനവാസത്തിലോട്ട്. പക്ഷേ ഈ 100 പേര് കണ്ടിട്ട് 60 പേരും കൊള്ളാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു പുതുമയുണ്ട് എന്ന് പറഞ്ഞാൽ, 60 പേര് പറഞ്ഞാൽ ഇയാൾക്ക് ഈ പറഞ്ഞത് ഈ നഷ്ടങ്ങളും ഒക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം കൂടെ എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുണ്ട്.